ശ്രീ വി പി ശ്രീപത്മനാഭൻ, RSS ഉപയോഗിക്കുന്ന ഭാരതാംബയുടെ ചിത്രത്തിലുള്ളതല്ല യഥാർത്ഥ ഇന്ത്യൻ ഭൂപടം. അത് സർക്കാർ പരിപാടിയിൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അത് ഭരണഘടനാ വിരുദ്ധമാണ്. കയ്യിൽ കാവിക്കൊടി പിടിച്ചു നിൽക്കുന്ന ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കത്തിച്ചുകൊണ്ടല്ല ഒരു സർക്കാർ പരിപാടി നടത്തേണ്ടത് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടി രാജ്ഭവനിൽ നിന്ന് മാറ്റി അത് ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോയത് എന്ന് പി പ്രസാദ് പറയുന്നു. മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തിയതിന് ശേഷം ഭരണഘടനാപരമല്ലാത്ത ഒരു ചിഹ്നത്തെ അല്ലെങ്കിൽ ഒരു ബിംബത്തെ അല്ലെങ്കിൽ ഒരു ചിത്രത്തെ ഈ നിലയിൽ ഒരു സർക്കാർ പരിപാടിയുടെ ഭാഗമാക്കുന്നതിലെ അഭംഗിയും അതിൽ അനൗചിത്യവും അതിൻ്റെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സർക്കാർ നിലപാടെടുത്തിരിക്കുന്നത്. എങ്ങനെ രാജ്ഭവന് നിർബന്ധിക്കാൻ കഴിയും പുഷ്പാർച്ചനയും വിളക്ക് കൊളുത്തി മാത്രമേ ഈ പരിപാടി നടത്താനാകൂ എന്ന്? എങ്ങനെ ഈ അജണ്ടകളിൽ മാറ്റം വന്നു? കേരളശ്രീ പോലെയുള്ള പുരസ്കാരങ്ങൾ നൽകുമ്പോഴോ സത്യപ്രതിജ്ഞയ്ക്ക് എത്തുമ്പോഴോ കണ്ടിട്ടില്ലാത്തൊരു ചിത്രം എങ്ങനെ പൊടുന്നനവേ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നീ ചോദ്യങ്ങൾക്കും രാജ്ഭവൻ മറുപടി പറയണ്ടേ, ഒരു ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ട് തന്നെ? രാജ്ഭവൻ മറുപടി പറയണോ വേണ്ടിയോ എന്നൊന്നും തീരുമാനിക്കേണ്ടത് ഞാനല്ല, താങ്കളുമല്ല. രാജ്ഭവൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. എന്ന് വെച്ചാൽ ഗവർണർ ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ രാജ്ഭവനിൽ നടക്കുന്ന പരിപാടികൾ എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്, അദ്ദേഹത്തിൻ്റെ ഓഫീസാണ്. അതിലാർക്കും ഇടപെടാനുള്ള അധികാരമില്ല. രാജ്യത്തിൻ്റെ രാഷ്ട്രപതി പോലും ഇടപെടില്ല, കോടതി പോലും ഇടപെടില്ല. അപ്പോൾ ആ പരിപാടിയുടെ എന്താ പറയുക, അതിൻ്റെ പ്രോഗ്രാമിൻ്റെ സ്വഭാവം, പരിപാടിയുടെ സ്വഭാവം അദ്ദേഹം നിശ്ചയിക്കും, അദ്ദേഹത്തിൻ്റെ ഓഫീസ് നിശ്ചയിക്കും. അത് തെറ്റാണെന്ന് പറയാനോ അത് തിരുത്തണമെന്ന് പറയാനോ കേരള സർക്കാരിന് അധികാരമില്ല. കേരള സർക്കാരിൻ്റെ മന്ത്രിക്ക് താല്പര്യമില്ലെങ്കിൽ വിട്ടുനിൽക്കാം, അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം. അപ്പം രാജ്ഭവൻ ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഗവർണറുടെ കാര്യാലയമാണ്, ഓഫീസാണ്. അവിടെ നടക്കുന്ന പരിപാടികൾ അവിടെ നിന്ന് മാത്രം നിശ്ചയിക്കുന്ന രീതിയിലേ നടക്കുള്ളൂ. അതാണ് അതിൻ്റെ രീതി. അപ്പോൾ അതായത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇതൊരു മതനിരപേക്ഷ ഭാരതത്തിന് യോജിച്ചതായില്ല ഈ നടപടി എന്ന വിമർശനമോ അതിനെ താങ്കൾ ഉൾക്കൊള്ളുന്നുണ്ടോ? അല്ല, വിമർശനം ഇപ്പം ഏതിനാ വിമർശനമില്ലാത്തത്? CIA നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നുള്ള ബോഷ്കത്തരം പറഞ്ഞ ആൾക്കാരല്ലേ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് കൺകറൻറ്റ് ലിസ്റ്റിലുള്ളതല്ല, യൂണിയൻ ലിസ്റ്റിലുള്ളതാണ്. അതായത് കേന്ദ്രത്തിന് മാത്രം, അതായത് പാർലമെൻറ്റിന് മാത്രം നിയമം നിർമ്മിക്കാനുള്ള അധികാരമുള്ള വിഷയമാണ് സിറ്റിസൺഷിപ്പ്, പൗരത്വം. അതിൽ പാർലമെൻ്റ് ഒരു നിയമം പാസ്സാക്കി അത് രാഷ്ട്രപതി ഒപ്പിട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞതിലും വലിയ ഭരണഘടനാ വിരുദ്ധതയൊന്നും കേരളത്തിൽ ഈ അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇതൊക്കെ പറഞ്ഞ ആൾക്കാരാ രാജ്ഭവനെ വിമർശിക്കാൻ പോകുന്നത്? ഇവർക്ക് എന്ത് ധാർമ്മിക അധികാരമുള്ളത്? പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം ഇന്ത്യയിൽ ഒരു സംസ്ഥാന ഇത് സ്വതന്ത്ര ജനാധിപത്യ രാജ്യമാണ് കേരളം. ഇതൊക്കെ ഇവിടെ പറഞ്ഞപ്പോൾ ഇവിടെ ഈ ബഹളമൊന്നും കണ്ടില്ല. അവസാനം നമുക്ക് മനസ്സിലായി അതൊരു നമ്പറായിരുന്നു, നാടൻ ഭാഷയിൽ പറഞ്ഞ നമ്പറായിരുന്നു. പിണറായി വിജയൻ്റെ ഒരു നമ്പറായിരുന്നു. പിണറായി വിജയനും അറിയാം അത് നടക്കാത്ത കാര്യമാണ്. സിറ്റിസൺഷിപ്പ് ആക്ട് പാസ്സായി, സുപ്രീം കോടതി അതിലൊരു വള്ളി പുള്ളി പോലും സ്റ്റേ ചെയ്തില്ല. അത് ഈ രാജ്യത്ത് നടപ്പിലാക്കി 10,000-കണക്കിന് ആൾക്കാർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതൊരു നമ്പർ ഇറക്കിയതാണ്. ഇങ്ങനെ പല നമ്പറും ഇവരെ ഇറക്കുന്നു. അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. രാജ്ഭവൻ്റെ കാര്യങ്ങൾ നോക്കി രാജ്ഭവൻ മുന്നോട്ട് പോകും, സർക്കാരിൻ്റെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോവുക. ഭരണഘടനാപരമായ കാര്യങ്ങളിൽ രാജ്ഭവനും സർക്കാരും സഹകരിച്ച് മുന്നോട്ട് പോകണം. അത് ഭരണകാര്യങ്ങളിൽ ഓട്ടം വെച്ചതൊന്നുമല്ല ഈ ഭരണഘടനാപരമായ കാര്യങ്ങളോ ഭരണപരമായ കാര്യങ്ങളോ. വെറുതെ ഈ ചെറിയ കാര്യത്തിന് ബഹളം ഉണ്ടാക്കി കയ്യടി വാങ്ങി ആളെ പറ്റിച്ച് നമ്പർ ഇറക്കി, ഞാൻ CIA നിയമത്തിൽ പറഞ്ഞതുപോലെ നമ്പർ ഇറക്കി മുന്നോട്ട് പോകുന്നതിനൊന്നും ഒരു കാര്യമില്ല. ഇങ്ങനെ നമ്പർ ഇറക്കിയിട്ടൊന്നും രക്ഷപ്പെടില്ല. പിന്നെ ഇവരും ഗവർണറും തമ്മിലുള്ള സംഘർഷം എനിക്ക് ഓർമ്മ വരുന്നത് 1989. അന്ന് റാം ദുലാരി സിൻഹ എന്ന് പറഞ്ഞൊരു ഗവർണർ കേരളം ഭരിച്ചിരുന്നു. അന്ന് ഒരു SFIയുടെ ജാഥ, ജില്ലാ സമ്മേളന ജാഥ കൊയിലാണ്ടി നടക്കുമ്പോൾ ഞാൻ കാഴ്ചക്കാരനാണ്. ആ ജാഥയിൽ വിദ്യാഭ്യാസപരമായ വിഷയത്തെപ്പറ്റിയോ കുട്ടികൾ നേരിടുന്ന വിഷയത്തെപ്പറ്റിയോ ഒന്നും പറഞ്ഞിട്ടില്ല.
മുഴുവൻ ചീത്തയും ഗവർണറെയാണ്. ആ SFIയുടെ അന്നത്തെ ജില്ലാ സമ്മേളനം കോഴിക്കോട് നടന്ന ജാഥയിൽ വിളിച്ച മുദ്രാവാക്യം മുഴുവൻ ഗവർണർക്കെതിരായിട്ടാണ്. മാർക്സിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുമ്പോൾ, കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചപ്പോഴും BJP കേന്ദ്രം ഭരിച്ചപ്പോഴും ഗവർണർമാർക്കെതിരെ ബഹളം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. അത് ഇനിയും തുടരും. അത് ഇനിയിപ്പം ഇദ്ദേഹമല്ല വേറെ ആര് ഗവർണറായി വന്നാലും അവർ ഈ പരിപാടിയൊക്കെ തുടരും. അതൊക്കെ അവരുടെ ഒരു രാഷ്ട്രീയ നമ്പറുകളാണ്. അതിനെ അത്ര ഗൗരവത്തിൽ കണ്ടാൽ മതി.